ടീച്ചറിനെ വരച്ച വരെ നിർത്താൻ പറ്റി. ഉപ്പുമുളകിലെ ബാലുവിനെ നീലുവിന് പറ്റിയില്ല, പക്ഷെ എനിക്ക് പറ്റി. വരച്ച വരെ നിർത്തിയിട്ടുണ്ട്. എല്ലാം കൂടെ കച്ചകെട്ടി വിഷ്ണു 36 വയസ്സുള്ള വിഷ്ണു ഒരു 22,000 സണ്ണു മാസ്റ്ററായിട്ടുള്ള പെരിയൻ സാറിന് നന്ദി പറയുന്നു. കാരണം എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ചോദിച്ചെന്ന സീറ്റ് இந்த அங்கிள் வயறக்க வச்சுட்டு என்ன பண்ண போறீங்க? ബിജു ചേട്ടൻ്റെ കൂടെയും ആദ്യമായിട്ട് അഭിനയിക്കുകയാണല്ലോ. ബിജു ചേട്ടൻ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഒരു പ്രിയപ്പെട്ട ആളാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിന് വ്യത്യസ്തമായിട്ട് ഒരു മാസമാണ് ഇതിനകത്ത് ബീച്ചേട്ടനല്ലേ. ബീച്ചേട്ടനെ വരച്ച വരെ നിർത്താൻ പറ്റി. ഉപ്പുമുളകിലെ ബാലുവിനെ നീലുവിന് പറ്റിയില്ല, പക്ഷെ എനിക്ക് പറ്റി. വരച്ച വരെ നിർത്തിയിട്ടുണ്ട്. പോരെ അത് സിനിമ മനഃപൂർവ്വം എല്ലാം കൂടെ കച്ചകെട്ടി ബീച്ചേട്ടനോട് അഭിനയിച്ചാണ്. ഞാൻ ഉപ്പുമുളകിൽ ബീച്ചേട്ടൻ്റെ നീലുവിൻ്റെ കൂട്ടുകാരിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. ബീച്ചേട്ടൻ കിട്ടുന്ന എന്താ പറയുക, പ്രസ് മീറ്റിൽ ശീലമില്ലേ, മറ്റേ ഇന്റർവ്യൂവില് 2 ക്യാമറയുടെ മുമ്പിൽ തകർത്തുള്ള ശീലമുള്ളൂ. അതാണ് അത് ആദ്യം നന്ദി പറയുന്നു എൻ്റെ ഡയറക്ടറിനും സണ്ണു മാസ്റ്ററായിട്ടുള്ള പെരിയൻ സാറിന് നന്ദി പറയുന്നു. കാരണം എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ചോദിച്ചെന്ന സീറ്റ് இந்த அங்கிள் வயறக்க வச்சுட்டு என்ன பண்ண போறீங்க? പിന്നെ ഒരുവിധ രക്ഷപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് പറയാൻ. മനോഹരമായിട്ട് മീനിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ മീനിട്ട് അടിക്കുന്നത് അത് വേറെ അല്ല. അതിന്റെ അനുഭവം പറയണ ശരിക്കും രാജീവ എവിടെ വന്നിട്ടില്ല. അയ്യോ, പല പ്രാവശ്യം കൊണ്ടു. ഇവിടെ ഒറിജിനലായിട്ട് ആ ചേട്ടൻ കയറിയിരുന്നില്ല കത്തിങ്ങനെ. എൻ്റെ കുറേ അടിയിൽ കിട്ടി കൊടുത്തു. രസമായിരുന്നു എല്ലാം. രാവിലെ ഒരു അങ്ങോട്ട് തുടങ്ങുക പരിപാടി. വിഷ്ണു 36 വയസ്സുള്ള വിഷ്ണു ഒരു 22,000 അതിന്റെ ഒരു മേക്ക് ഓവർ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലോട്ട് വരാൻ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ കട്ടപ്പന ചെയ്യുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വേഷം അഭിനയിച്ചിട്ട് ഞാനും ധർമ്മേട്ടനും കൂടി. അന്ന് ധർമ്മേട്ടന് 41 വയസ്സിട്ട്. അതാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മോട്ടിവേഷൻ. പിന്നെ ഇതിൽ നമ്മൾ ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ഓഡിയൻസ് പറയുമ്പോൾ നമ്മളെ സലീമേട്ടൻ പറയുന്നുണ്ടല്ലോ, അത് ഈ മുതുക്കൻ +2 പാസ്സാവാത്ത കരക്കാരുള്ളവരൊന്ന് മേടിച്ചെന്ന് ചോദിക്കാറുണ്ട്. അത് പാസ്സായി പോകാനായിട്ടാണ്. +2കാരൻ്റെ പ്രായമല്ല ചന്തുവിന്. വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ്സാവാണ്ട് അങ്ങനെ +2 കണ്ടിന്യൂ ചെയ്യണമല്ലോ. അല്ലിപ്പോൾ എനിക്ക് എല്ലാവരും ചോദിച്ചാൽ ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളൊരു അച്ഛൻ്റെ മകനാണ്, പോലീസുകാരൻ്റെ മകനാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ആ ചന്തുവിനുണ്ടായ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂ ഔട്ട്. അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ. അങ്ങനെയാണ് ശ്രീതേട്ടൻ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയുക ഷെയ്ഡ് ക്യാരക്ടറിന്. അത് പിടിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക്. അതെ അതെ, തീർച്ചയായിട്ടും. എക്സ്പീരിയൻസ് സാനിപ്പിനെ വെച്ചിട്ട് ഇടയ്ക്ക് വിളിക്കും, നീ ഡയറക്ടറുടെ ഫ്രണ്ടായതാലും നിന്നെ വെറുതെ വിട്ടേക്കണം പറഞ്ഞു. ചെടിച്ചിട്ടേക്ക് തലക്കടി കൊണ്ടായിരുന്നു. ഒരാഴ്ച എനിക്ക് അനങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. എനിക്കെന്തെങ്കിലും ചെറിയ പാസിംഗ് സീൻ മതി എന്ന് പറഞ്ഞാണ് അവിടെ ചെന്നത്. പക്ഷെ എന്നിട്ട് അലക്കായിരുന്നു. മാസ്റ്റർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. സോറി, കഷ്ടപ്പെടുത്തിട്ടുണ്ടെന്ന് അറിയാം. Actually, when director introduced me to him, their friend master acting. And so a friend illa edulla master director இந்த கேரக்டர் என்ன தேவைப்படுது அதுதான் அடிவான்ஸ்டு அதுக்கு தேவைப்படுது. Whether friends, I think keep it outside. Screen குள்ள என்ன தேவைப்படுதோ அத செய்யணும்னு சொல்லிட்டு it was a very good experience. I feel sad for him. ശ്രീതേട്ടന് ഒരുപാട് നന്ദി. ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ഇതിൻ്റെ ക്രൂ
എല്ലാവരും പടത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നന്ദി. പിന്നെ എൻ്റെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി. ഇതിൽ ഏറ്റവും എന്നെയൊക്കെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീറ്റർ സാറിനെ കൊണ്ടുവന്നു. ഇപ്പോൾ വിഷ്ണു ആണെങ്കിലും വിജയേട്ടനാണെങ്കിലും ഓരോ ബിജു ചേട്ടൻ ഉൾപ്പെടെ സ്മിതി ചേച്ചി എല്ലാവരും നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്നതിൽ നിന്നും ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, അതും ഹൈലി പ്രൊഫഷണലായിട്ട് കൊടുക്കാനായിട്ട് സാറിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ജയശ്രീ ചെയ്യുന്ന ആ സീക്വൻസ്, വിജയേട്ടൻ ചെയ്യുന്ന സീക്വൻസ്, ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം, പറയാം. ഇത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിനെ പോലത്തെ ഭയങ്കര ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം അത് സാറ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത്, ഇപ്പം കണ്ട ഓഡിയൻസിന് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ഇത്തരം ചോദ്യം ചോദിക്കുന്നു, ചർച്ചകൾ ഉണ്ടാകുന്നത്. അപ്പം തുടർന്നും അല്ലേ, അത് ഫസ്റ്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു PT മാസ്റ്റർ ഒരു റോൾ ഉണ്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു പോലീസല്ല വില്ലനായിട്ട് അഭിനയിക്കുന്നത്, അല്ല ഈ മോന്തം കൊണ്ട് വേറെ എന്ത് ചെയ്യാനേ. അപ്പോൾ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എൻ്റെ പടത്തിലാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അപ്പം മണിഭായി പറയാറുണ്ട്, മണിഭായി പറയും എടാ ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഡോക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ 5 കൊല്ലം തൊട്ടവൻ ഒരു PT മാഷാവാന്ന് പറഞ്ഞു. ഞാൻ ഗ്രേറ്റ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു PT മാഷായിട്ട് പടത്തിൽ അഭിനയിക്കാൻ പറ്റിയല്ലോ. ഞാൻ മറ്റുള്ള റോളൊക്കെ ചെയ്യുന്നത് പടത്തിൽ വില്ലനായിട്ടും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അത് വിഷ്ണുവിനോടും എൻ്റെ ഡയറക്ടറിനോടും നന്ദി പറയാം. പ്രത്യേകിച്ച് മാസ്റ്റർ ഇരിക്കുന്നു ആ ഒരു ഫൈറ്റ് സീൻ. അപ്പം എന്നോട് ചോദിച്ചു എന്താണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചു. ഫുട്ബോളിൻ്റെ എന്തെങ്കിലും സ്കില്ലിടാൻ പറ്റില്ല എന്തുള്ള ചോദിച്ചു. അപ്പോൾ അറിയണ സാധനം അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അത് എന്താ മാതിരി പോടാൻ പറ്റുന്നു ചോദിച്ചു. സാർ ട്രൈ ചെയ്യാം സാർ എന്ന് പറഞ്ഞു. അതാണ് കിട്ടിയത്. അത് സാറ് സൂപ്പറായിട്ട് എടുത്തു. വളരെ സന്തോഷം. ഇങ്ങനൊരു ഫിലിമിൽ എന്നെ വിളിച്ചു. ഇനി ഡയറക്ടറോടും ചില പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലേ അവരോടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഗിച്ചേട്ടാ പക്ക ഒരു ആക്ഷൻ പടമല്ലോ. ക്ലൈമാക്സിലൊക്കെ ഉണ്ടാകുന്ന ഫൈറ്റ് സീൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ തകർത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സെറ്റിലെ പീറ്റർ ഹെയ്ൻ എന്നൊരു മാസ്റ്ററുടെ കൂടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അല്ല, ആദ്യം ഫസ്റ്റ് നമ്മുടെ ഡയറക്ടറോടാണ് ഈ പടത്തിലേക്ക് വിളിച്ചതിൽ. പിന്നെ മാസ്റ്ററാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഫൈറ്റ് താല്പര്യമുള്ള ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. അപ്പം അതുകൊണ്ട് +2 പിള്ളേരുടെ അടി, എന്താ പറയുക, പിള്ളേരുടെ പരിപാടികളാണ് വേണ്ട. വലിയ അടിയായിട്ട് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എങ്കിലും മാസ്റ്റർ വിഷ്ണു പറഞ്ഞ പോലെ വലിയ മാസ് പരിപാടിയൊന്നും വയ്ക്കാണ്ട് നല്ല നാടൻ പരിപാടിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഔട്ട് നന്നായിട്ടുണ്ട്, രസമായിട്ടുണ്ട്, നല്ല രസമുള്ള പടം. എല്ലാം ഉണ്ട്, ഇടി മാത്രമല്ല കേട്ടോ, എല്ലാം.